എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെ അയർലൻഡിൽ വളരെ വലിയൊരു കൊടുങ്കാറ്റൊക്കെ അടിച്ചു വന്ന് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി ഇവിടെ. അതേപോലെ തന്നെ 1-2 ദിവസം, അതിൽ കൂടുതൽ ദിവസം പലയിടത്തും കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നു. ആ വീഡിയോയ്ക്കുള്ള ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടി ഇന്റർനെറ്റ് റിസർച്ച് ചെയ്യുമ്പോൾ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇവിടെ ഗാൾവേ സിറ്റിയിൽ ഒരു അക്വേറിയം ഉണ്ട്, ഗാൾവേ അറ്റ്ലാന്റിക് ഏരിയ. ഈ അക്വേറിയത്തിൽ നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിരിക്കുന്ന മനുഷ്യന്മാരെ തിന്നുന്ന പിറാന, ആ മത്സ്യം മുതൽ വലിയൊരു വൈറ്റ് വെയിലിൻ്റെ ഫുൾ സ്കെലിട്ടൺ വരെ ഉണ്ട് ഈ അക്വേറിയത്തിൽ. ആ കൊടുങ്കാറ്റടിച്ച ദിവസത്തിൻ്റെ രാത്രി അക്വേറിയത്തിൽ നിന്ന് കിട്ടിയ CCTV ഫുട്ടേജ് ആണ് കേട്ടോ ഇത്. കൊടുങ്കാറ്റിൽ തൊട്ടടുത്തുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നുള്ള വെള്ളം മുഴുവൻ ഈ അക്വേറിയത്തിൻ്റെ പാർക്കിങ്ങിലും അതേപോലെ തന്നെ ഈ റോഡിലും സ്റ്റെപ്പുകളിലൊക്കെ തന്നെ കുതിച്ചു കയറുന്ന ഒരു ദൃശ്യമായിരുന്നു. അതേപോലെ തന്നെ കൊടുങ്കാറ്റും വീശുന്ന ഒരു ദൃശ്യമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നിമിഷ നേരം കൊണ്ടാണ് ആ ഏരിയ ഫുള്ള് വെള്ളത്തിലാവുന്നത്. അപ്പോഴാണ് ഞാൻ ശരിക്കും ആലോചിച്ചത്, കുറച്ച് നാൾ മുന്നേ ഞാനും ഫാമിലിയുമായിട്ട് സന്ദർശിച്ച സ്ഥലമാണത്. ഈ വെള്ളം കയറി കിടക്കുന്ന സ്ഥലത്ത് കൂടെയൊക്കെ ഞങ്ങൾ നടന്ന സ്ഥലമാണ്. ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തത് ഇവിടെയാണ്. ഈ കൊടുങ്കാറ്റിൽ വെള്ളം കയറി അക്വേറിയത്തിന് വലുതായിട്ട് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഞാൻ ഈ അക്വേറിയത്തിൽ പോയ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുകയായിരുന്നു ഈ വീഡിയോ കണ്ടപ്പോൾ. ഈ അക്വേറിയം സന്ദർശിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. നാട്ടിൽ നിങ്ങളെല്ലാവരും മലമ്പുഴ ഡാം എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ മലമ്പുഴ ഡാമിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അക്വേറിയം ഉണ്ട്. നല്ല മീനിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചൊരു അക്വേറിയം. അതിനകത്തോട്ട് കയറുന്ന എൻട്രൻസ് തന്നെ നമ്മൾ ആ മീനിൻ്റെ വായക്കൂടെ കയറുന്ന പോലെയാണ്. അങ്ങനെ വളരെ മനോഹരമായൊരു അക്വേറിയം ഉണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ, എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ അനിയത്തി, ഞങ്ങളെല്ലാവരും കൂടി സന്ദർശിക്കുമായിരുന്നു കേട്ടോ ഈ അക്വേറിയമൊക്കെ. അക്വേറിയം മാത്രമല്ല, അവിടെ ഒരു റോക്ക് ഗാർഡൻ ഉണ്ട്, അതേപോലെ സ്നേക്ക് പാർക്ക് ഉണ്ട്. ഇതൊക്കെ തന്നെ അതിൻ്റെ അടുത്ത് തന്നെയാണ്, നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ അടുത്ത് തന്നെയാണ്. അതൊക്കെ കാണാൻ പോയിരുന്നു ഞങ്ങൾ. അപ്പോൾ ഈ ഗാൾവേയിലുള്ള ഈ അക്വേറിയത്തിലൂടെ നടക്കുമ്പോൾ ഞാൻ ആലോചിച്ചത് നാട്ടിലുള്ള നമ്മുടെ ആ അക്വേറിയത്തെക്കുറിച്ചാണ്. ഈ നാട്ടിലുള്ള ഈ അക്വേറിയത്തെക്കുറിച്ച് പറയാൻ ഒരു കാരണമുണ്ട്. ഏതായാലും ആദ്യം നിങ്ങൾ ഈ ഗാൾവേയിലുള്ള ഈ അക്വേറിയത്തിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരൂ. ഈ അക്വേറിയത്തിലേക്കുള്ള എൻട്രി ചാർജസ് അഡൽട്സിന് 15 യൂറോയും അതേപോലെ കുട്ടികൾക്ക് 10 യൂറോ ഒക്കെയാണ്. ഈ ഇൻഡിവിജ്വൽ ടിക്കറ്റിന് പകരം നമ്മൾ ഫാമിലി ടിക്കറ്റ് എടുക്കുകയാണെന്ന് വെച്ചാൽ വളരെ കുറവുണ്ട് കേട്ടോ. ഈ ടിക്കറ്റൊക്കെ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റും. നമ്മൾ ഈ അക്വേറിയത്തിലോട്ട് കയറി ചെല്ലുമ്പോൾ ആദ്യമായി കാണുന്നത് ഒരു സ്പ്ലാഷ് ടാങ്ക് ആണ്. അതായത് ഈ കടലിലെ തിരമാലകളും അതിനെയൊക്കെ സിമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സ്പ്ലാഷ് ടാങ്ക് ആണ്. ഇവിടെ മീനെല്ലാം തന്നെ ഒരുക്കി വെച്ചിരിക്കുന്നത് അവരുടെ ഒരു നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ എങ്ങനെ ജീവിക്കും അതേപോലെയാണ് അവർക്ക് ജീവിക്കാനുള്ള ടാങ്കുകളിലും അതേപോലെ വെള്ളത്തിലും ഒക്കെ തന്നെ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ അക്വേറിയത്തിന് 2 നിലകളാണ് ഉള്ളത്. ഇതാണ് മനുഷ്യന്മാരെ തിന്നുമെന്ന് പറയുന്ന പിറാന മീൻ. എനിക്ക് കണ്ടപ്പോൾ വളരെ ശാന്തരായിട്ടാണ് തോന്നിയത്. ഇവിടെ അയർലൻഡിൽ പണ്ട് കാലത്ത്, അതായത് ഏകദേശം 5500 വർഷങ്ങൾക്ക് മുമ്പ് യൂസ് ചെയ്ത, അതായത് ട്രാവൽ ചെയ്യാൻ യൂസ് ചെയ്ത ഒരു ലോങ് ബോട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഈ
അപ്പോൾ ഇതൊക്കെയാണ് ഈ അക്വേറിയത്തിൻ്റെ കാഴ്ചകൾ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ അക്വേറിയത്തിൽ സന്ദർശിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നാട്ടിൽ ഞങ്ങൾ മലമ്പുഴയിൽ സന്ദർശിക്കാറുള്ള ആ അക്വേറിയമാണെന്ന്. ഞാൻ കുട്ടിക്കാലത്ത് ഒരുപാട് തവണ പോയിട്ടുള്ളൊരു സ്ഥലമുണ്ടോ മലമ്പുഴ ഡാമും അതേപോലെ തന്നെ ഈ അക്വേറിയം ഒക്കെ. ഈ മലമ്പുഴയിലുള്ള ഈ അക്വേറിയം എനിക്ക് തോന്നുന്നു 1980-കളിൽ നിർമ്മിച്ചൊരു അക്വേറിയമാണെന്ന് തോന്നുന്നു. അന്നത്തെ കാലത്ത് ഈ ഒരു മീനിന്റെ രൂപത്തിൽ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു ഡിസൈനിൽ നിർമ്മിച്ച ഒരു അക്വേറിയം കേട്ടോ അത്. പക്ഷെ ആ അക്വേറിയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് തോന്നുന്നില്ല അത്ര നല്ലതല്ല. കാരണം എന്താ വെച്ചാൽ അതിന് വേണ്ട ഒരു പബ്ലിസിറ്റി, അതേപോലെ അതിന് വേണ്ട ഒരു മേക്ക് ഓവർ ഈ കാലത്തിനനുസരിച്ചിട്ടുള്ള അത് എനിക്ക് തോന്നുന്നില്ല ഇതുവരെ അതിന് കിട്ടിയിട്ടുണ്ടെന്ന്. ഇന്റർനെറ്റിൽ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ആളുകളുടെ റിവ്യൂ ഒക്കെ കാണാൻ പറ്റി അവിടുത്തെ ആ അക്വേറിയത്തെക്കുറിച്ച്. അതായത് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, അതേപോലെ സ്റ്റാഫിന്റെ പെരുമാറ്റം ശരിയല്ല, അങ്ങനെ പല കമന്റുകളും കാണാൻ പറ്റി. ഞാനിപ്പോഴും പറയാം, നമ്മുടെ അക്വേറിയം മോശം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇത്രയും പഴയ ഒരു അക്വേറിയം, അത് ഇത്രയും നല്ല രീതിയിൽ ഇന്നോവേറ്റീവായ ഡിസൈനിലൊക്കെ ഡിസൈൻ ചെയ്ത അക്വേറിയം അതിങ്ങനെയല്ല വേണ്ടത്. അത് നല്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാലക്കാടിൻ്റെ തന്നെ ഒരു ഐക്കണായി മാറുന്നതാണ്. കാരണം ഇത്രയും പഴയ ഒരു അക്വേറിയമാണ് അതൊക്കെ. മലമ്പുഴ ഡാമിന് വളരെ നല്ല രീതിയിൽ തന്നെ പബ്ലിസിറ്റി കിട്ടുന്ന ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ആ ഡാമിന് ഒരുപാട് എനിക്ക് തോന്നുന്നു റെനോവേഷനൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതിൻ്റെ അത്രയ്ക്കുള്ള ഒരു പബ്ലിസിറ്റിയോ റെനോവേഷനോ ഒന്നും തന്നെ ഈ അക്വേറിയത്തിന് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഈ അക്വേറിയത്തിൽ കുട്ടികൾക്കായിട്ടുള്ള തീം ടൂറുകൾ, അതേപോലെ ഇൻറ്ററാക്റ്റീവ് വർക്ക്ഷോപ്പുകൾ ഇതൊക്കെ തന്നെ നടത്തണം. അതിലൂടെ കുട്ടികൾക്കുണ്ടല്ലോ നമ്മുടെ പാലക്കാടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻ്റെ തന്നെ ഒരു മറൈൻ ലൈഫിനെ കുറിച്ചിട്ടുള്ള ഒരു നോളേജ് അതൊക്കെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞത് എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.